എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കേരള സിലബസിലെ 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ആണ്. അതിൽ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റിൽ ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സാണ് 9ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റിലുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്, അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളിന്ന് പഠിക്കാം. ഒന്നാമത്തേത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. രണ്ടാമത്തെ ചാപ്റ്റർ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ്, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും. മൂന്നാമത്തെ ചാപ്റ്റർ ലാൻഡ് ഗ്രാൻസ് ആൻഡ് ദി ഇന്ത്യൻ സൊസൈറ്റി, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും. നാലാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം. അഞ്ചാമത്തെ ചാപ്റ്റർ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. ഈ 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് പാർട്ട് 1 ടെക്സ്റ്റിൽ ഉള്ളത്. ഇനി അതിൽ നിന്നും ഫസ്റ്റ് ചാപ്റ്ററാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്നുള്ളതാണ്. ശിലായുഗം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ ശില എന്ന് പറഞ്ഞാൽ കല്ല്, അതായത് കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അല്ലേ? അതാണ് നമ്മൾ ശിലായുഗം, അങ്ങനെ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നും മനുഷ്യൻ മുന്നോട്ട് കുതിച്ച് ഇന്ന് നാം എത്തി നിൽക്കുന്ന ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് സംഭവവികാസങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ ആദ്യകാല ശിലായുഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, മറ്റു കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്സുകൾ. നമ്മൾ ഇതുപോലെയുള്ള സ്കൂൾ ക്ലാസ്സസും അതുപോലെ തന്നെ ക്യൂസ് വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ എന്താണ്, അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ളൊരു ഭാഗം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നോക്കിയേ, ദിസ് എക്സെപ്റ്റ് ഈസ് ടേക്കൺ ഫ്രം ജവഹർലാൽ നെഹ്റുസ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ദിസ് ലെറ്റർ റെഫേഴ്സ് ടു ദി ലൈഫ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. പ്രിമിറ്റീവ് ഹ്യൂമൻസ് മീൻസ് ആദിമകാല മനുഷ്യർ. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള കൃതിയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അവിടെ പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ, അതായത് ആദ്യകാല മനുഷ്യരുടെ ലൈഫിനെ കുറിച്ചാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യൻ്റെ ബുദ്ധിശക്തിയാണ്. അതുപോലെ തന്നെ എന്താണ്, ബുദ്ധി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടുജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ച് കളയുമായിരുന്നു. അതുപോലെ തന്നെ ആദ്യകാലത്തെ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേക ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അവയുടെ നേരെ മൃഗങ്ങൾക്ക് നേരെ കല്ലെറിയാൻ മാത്രമേ മനുഷ്യന് കഴിയുമായിരുന്നുള്ളൂ. പിന്നീട് എന്ത് ചെയ്യുകയാണ്, അവർ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ, മഴു, കുന്തം പോലുള്ള ഉപകരണങ്ങളും കൽസൂചികളും ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചുവെന്നും ഇങ്ങനെയുള്ള അനേകം ആയുധങ്ങൾ, കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ സൗത്ത് കെൻസിങ്ടൺ, അതായത് ലണ്ടനിലെ കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും ഒക്കെ കാണുന്നു. അങ്ങനെയാണ് കുറേ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ അവിടെ ചോദിക്കുന്നത് എന്താണ്, വാട്ട് ഡസ് ഹി സേസ് അബൌട്ട് ദി കൈൻഡ് ഓഫ് ടൂൾസ് ദാറ്റ് വെയർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊട്ടക്ട് ദംസെൽവ്സ് ഫ്രം വൈൽഡ് അനിമൽസ്. വൈൽഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ ചില ആയുധങ്ങളെക്കുറിച്ചല്ലേ, അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ഏത് തരം ഉപകരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോൺ ആക്സസ് അല്ലേ, ഇതിൽ പറയുന്നുണ്ട് സ്റ്റോൺ ആക്സ്, അതുപോലെ സ്പേസ്, അങ്ങനെ ഒരുപാട് മെനി അതർ തിങ്സ് ഇൻക്ലൂഡിങ് ഫൈൻ സ്റ്റോൺ നീഡിൽസ്. ഇതെല്ലാം കൂടി ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, കൽസൂചികളായിക്കോട്ടെ, അതുപോലെ കുന്തം, മഴു, കല്ലുകൊണ്ട് നിർമ്മിച്ച കുന്തം, മഴു, ഇങ്ങനെയുള്ളവയൊക്കെ എന്തിനു ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്? പണ്ട് കാലത്ത് പ്രിമിറ്റീവ് ഹ്യൂമൻസ്, അവർ ആദിമകാല മനുഷ്യർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് പേജ്. What could be the purposes for which humans
ഈസ് ദാറ്റ് പീരിയഡ് യൂസ്ഡ് സച്ച് ടൂൾസ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ അക്കാലത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കാം ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശില കൊണ്ടുള്ള കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഈ പണ്ട് കാലത്തെ മനുഷ്യർ ഉപയോഗിക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. എന്തൊക്കെയായിരിക്കാം? ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ് ഫ്രോം അനിമൽസ്, അവയെ മൃഗങ്ങളിൽ നിന്ന് അവർക്ക് സ്വാഭാവികമായിട്ടും രക്ഷപ്പെടുന്നതിന്, അല്ലെ മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ്. ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ്, അവർക്ക് അവരെ രക്ഷിച്ചല്ലേ പറ്റൂ അല്ലേ. അപ്പോൾ പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ് ഫ്രോം അനിമൽസ്, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന്. പിന്നെ എന്തിനൊക്കെ ആയിരിക്കാം? അവർ ഫോർ ഹണ്ടിങ്, വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കാം. അതുപോലെ എന്താണ് മറ്റ് അവരുടെ കൂട്ടത്തിലുള്ളവരിൽ നിന്ന് തന്നെ എന്താണ് തമ്മിൽ അവർക്ക് രക്ഷ നേടുന്നതിന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ. അതുപോലെ പണ്ട് കാലത്ത് എന്ത് ചെയ്യുമായിരുന്നു? മരങ്ങളൊക്കെ കൂട്ടിയുരസിയും കല്ലുരസിയും ഒക്കെ ഇവർ തീയൊക്കെ നിർമ്മിച്ചിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഇവർക്ക് ഈ ഉപകരണങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും, അതുപോലെ തന്നെ ഇവർ പിടിച്ചുകൊണ്ടുവരുന്ന മാംസങ്ങളുണ്ടല്ലോ, ആഹാരമൊക്കെ ഈ പച്ചയ്ക്ക് അവയെ അവർക്ക് എന്ത് ചെയ്യാനാണ്? അവർ വേവിച്ച് കഴിക്കുന്നൊരു സമ്പ്രദായം ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പണ്ട് കാലത്ത് ഇവർ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായാലും അവയെ വേട്ടയാടി പിടിക്കുന്നതിനായാലും എല്ലാത്തിനും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ തന്നെയാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. The tools developed for the above mentioned purposes were made of stone in the beginning. Later, stone was replaced by metal. The tools developed for the above mentioned purposes were made of stone in the beginning. Beginning എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ഇങ്ങനെ ശിലകൾ കൊണ്ട് ഉണ്ടാക്കിയ ഉപകരണങ്ങളാണ് ആരുപയോഗിച്ചിരുന്നത്? മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എബോവ് മെൻഷൻഡ് പർപ്പസസ്, മുകളിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതായത് പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ് ഫ്രോം അനിമൽസ്, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിക്കോട്ടെ, വേട്ടയാടി പിടിക്കുന്നതിന്, ഇതിനെല്ലാമാണ് എന്ത് ചെയ്തിരുന്നത്? മനുഷ്യൻ നിർമ്മിച്ചിരുന്ന ഈ ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ തുടക്കത്തിൽ ഇവർ ശില കൊണ്ടുള്ളവയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പിന്നീട് എന്താണ്? ലേറ്റർ, പിന്നീട് സ്റ്റോൺ വാസ് റീപ്ലേസ്ഡ് ബൈ മെറ്റൽ. പിന്നീട് എന്ത് ചെയ്യുകയാണ്? ആ കല്ലുകൊണ്ടുണ്ടാക്കിയ ആയുധങ്ങളുടെ സ്ഥാനത്ത് എന്ത് വരുന്നു? മെറ്റൽ മീൻസ് ലോഹങ്ങൾ കടന്നു വരുന്നു. മനസ്സിലായല്ലോ. ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻറ്റു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദി ബേസിസ് ഓഫ് ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. അതായത് ആർക്കിയോളജിസ്റ്റ് ആരാണ്? പുരാവസ്തു ഗവേഷകരെന്ന് പറയും അല്ലേ. പുരാവസ്തു ഗവേഷകരെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞകാല സംഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ചരിത്രരേഖകളൊക്കെ നമുക്ക് കണ്ടെത്തി തരുന്നവരല്ലേ. ഭൂമിക്കടിയിൽ നിന്ന് ഓരോ സംസ്കാരങ്ങളെക്കുറിച്ചും അല്ലേ, ഓരോ കാര്യങ്ങളൊക്കെ അവർ ഖനനം ചെയ്തെടുക്കുന്നവർ, അതുപോലെ വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നവർ, ഇങ്ങനെ നിരവധി പുരാവസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുക, ഇങ്ങനെ നമുക്ക് ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ആർക്കിയോളജിസ്റ്റുകൾ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇവർ ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യൻ്റെ ചരിത്രത്തെ തന്നെ എങ്ങനെ, അതായത് ഇവർ ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ ഹിസ്റ്ററി ഇൻറ്റു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദി ബേസിസ് ഓഫ് ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്, ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആർക്കിയോളജിസ്റ്റ്, അതായത് പുരാവസ്തു ഗവേഷകർ മനുഷ്യനെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ മാനവ ചരിത്രത്തെ, ഹ്യൂമൻ ഹിസ്റ്ററിയെ വിവിധ ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നു. ഡിഫറെൻറ്റ് സ്റ്റേജസ്, വിവിധ ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സ്റ്റോൺ ഏജ്, അതുപോലെ തന്നെ മെറ്റൽ ഏജ്. സ്റ്റോൺ ഏജ് മീൻസ് ശിലായുഗം. നമ്മൾ ഇത്രയും സമയം പറഞ്ഞില്ലേ, ശിലായുഗമാണ് സ്റ്റോൺ ഏജ്. മെറ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹയുഗം. ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ പിന്നീട് ലോഹയുഗം. സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ ശിലായുഗം. ഈ സ്റ്റോൺ ഏജിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജ് മീൻസ് പ്രാചീന ശിലായുഗം. മെസോലിത്തിക് ഏജ് മീൻസ് മധ്യശിലായുഗം. നിയോലിത്തിക് ഏജ് മീൻസ് നവീന ശിലായുഗം. അപ്പോൾ പ്രാചീനം, മധ്യകാലം, നവീനകാലം അല്ലേ. ഇങ്ങനെ സ്റ്റോൺ ഏജിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. പിന്നീട് ഈ സ്റ്റോൺ ഏജിൽ നിന്നും മനുഷ്യൻ ഡെവലപ്പായിട്ട് മെറ്റൽ ഏജിലേക്ക് മാറുകയാണ്. മെറ്റൽ ഏജ് മീൻസ് ലോഹയുഗം. ലോഹയുഗത്തെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബ്രോൺസ് ഏജ് അഥവാ വെങ്കല യുഗമെന്നും
അയൺ ഏജ് അഥവാ ഇരുമ്പ് യുഗം, ഇങ്ങനെ രണ്ടായിട്ട് മെറ്റൽ ഏജിനെയും തരംതിരിക്കാം. അപ്പോൾ ലോഹങ്ങളാണ് ബ്രോൺസും അയണും അല്ലേ, വെങ്കലവും ഇരുമ്പും. അപ്പോൾ അത് യൂസ് ചെയ്തിരുന്ന കാലഘട്ടമാണ് വെങ്കല യുഗവും ഇരുമ്പ് യുഗവും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ശിലായുഗത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക് അഥവാ പ്രാചീന ശിലായുഗം, മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗം, നിയോലിത്തിക് അല്ലെങ്കിൽ നവീന ശിലായുഗം. ഇനി ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനി സ്റ്റോൺ ഏജിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഹാവ് യു എവർ തോട്ട് വൈ ദി ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കാൾഡ് ദി സ്റ്റോൺ ഏജ്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് മാനവചരിത്രത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെ ശിലായുഗമെന്ന് വിളിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഇതുവരെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളോട് ചോദിക്കുക, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം ശിലായുഗം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം അല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ആ കാലഘട്ടത്തിൽ എന്താണ്, മനുഷ്യൻ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് സ്റ്റോൺ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കല്ല്, ശില കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ആ കാലഘട്ടത്തിൽ ശില കൊണ്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പ്രധാനമായും അങ്ങനെയുള്ള ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് നിർമ്മിച്ചിരുന്നത്. സോ ഹിസ്റ്റോറിയൻസ് ഡിസ്ക്രൈബ് ദിസ് ഫേസ് ആസ് സ്റ്റോൺ ഏജ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചരിത്രകാരന്മാർ ഈ ആദ്യഘട്ടത്തെ ശിലായുഗമെന്ന് വിളിക്കുന്നത്. ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നതും നിർമ്മിച്ചിരുന്നതും. ബേസ്ഡ് ഓൺ ദി മെത്തേഡ് യൂസ്ഡ് ടു മേക്ക് സ്റ്റോൺ ടൂൾസ്, ദി സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3: പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. അങ്ങനെ എന്താണ് നമ്മൾ പറഞ്ഞു, മനുഷ്യൻ എന്താണ് ആദ്യകാലത്ത് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചിരുന്നത് സ്റ്റോണും ഉണ്ടായതുകൊണ്ടാണ് എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ അങ്ങനെ വിളിക്കുന്നതെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതെന്ന് പഠിച്ചു. ഇനി ബാക്കി എന്തുവാണ്? ബേസ്ഡ് ഓൺ ദി മെത്തേഡ് യൂസ്ഡ് ടു മേക്ക് സ്റ്റോൺ ടൂൾസ്, ദി സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3. അങ്ങനെ ഈ ശിലകൾ, അതായത് ശിലാ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഈ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതി അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? പാലിയോലിത്തിക് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം, മെസോലിത്തിക് അഥവാ മധ്യശിലായുഗം, പിന്നെ ഏതാണ്? നിയോലിത്തിക് അല്ലെങ്കിൽ നവീന ശിലായുഗം. ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി ഇവ ഓരോന്നും അതിൻ്റെ ഓരോന്നിൻ്റെയും സവിശേഷതകൾ കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ലെറ്റ് us look at the features of each of these. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് പാർട്ട് 1 വീഡിയോയാണ്. നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടി നമുക്ക് ലെങ്തി ആയിട്ട് വീഡിയോസ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്